അഭിനന്ദനം സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ രാധാകൃഷ്ണൻ സാറ് വളരെ വ്യക്തമായി വിശദമായി തുറന്ന് സംസാരിച്ചു കഴിഞ്ഞു. അദ്ദേഹം തുറന്ന് സംസാരിക്കുന്ന ആളാണ്. നമ്മുടെ പരിപാടിയിലൊക്കെ വരുന്ന സമയത്ത് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഈ സംഘ പരിപാടി പോലെയുള്ള പരിപാടിയിലാണ് സാറ് സംസാരിക്കുന്നതെങ്കിൽ ഈ വിസിലടിക്കും. സാറ് സംസാരിക്കുന്നതുകൊണ്ടല്ല, ആര് സംസാരിച്ചാലും വിസിലടിക്കും. അപ്പൊ ഒരു ദിവസം സാറ് പറയുന്നത് കേട്ടു, വിസിലൊക്കെ അടിക്കുന്നത് കൊള്ളാം, നിങ്ങൾ വിസിലടിച്ചോണം, ഞാൻ നിർത്താനൊന്നും പോകുന്നില്ല, പറയാനുള്ളത് പറയും. അപ്പൊ അങ്ങനെയൊക്കെ പറയണമെങ്കിൽ അത് സാറിനെ കൊണ്ടേ പറ്റുള്ളൂ. നമ്മളൊക്കെ ഈ വിസിൽ കേട്ട് അനുസരിച്ച് പോയവരാ. കാരണം ചില കാര്യങ്ങൾ തുറന്നു തന്നെ പറയണം. ഏതായാലും ഇന്നത്തെ ഈ സാഹചര്യത്തിൽ വളരെയേറെ പ്രസക്തമായ ഒരു വിഷയം നമ്മുടെ ബജറ്റാണ്. കേന്ദ്ര ബജറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ചർച്ചയിലൊക്കെ ചാനലുകളിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു വിഷയമുണ്ട്. പാർലമെന്റിലെ ബജറ്റിന്റെ പ്രസംഗം നടക്കുന്ന സമയത്ത് ചാനലില് ചർച്ച നടക്കുക. പാർലമെന്റിലെ ബജറ്റ് പ്രസംഗം എന്നുള്ളത് ബജറ്റിനെ കുറിച്ചുള്ള ഒരു ആമുഖ പ്രഭാഷണം മാത്രമാണ്. ആ ആമുഖ പ്രഭാഷണത്തിൽ ബജറ്റ് വിശദീകരിക്കുന്നില്ല. ബജറ്റിന്റെ വിശദീകരണ രേഖ അതിനുശേഷമാണ് എല്ലാവർക്കും കിട്ടുക, മാധ്യമങ്ങൾക്കും കിട്ടുക. അത് വായിച്ച് അവസാനിപ്പിക്കണമെങ്കിൽ പിറ്റേ ദിവസമാകും. ശരിക്കും പറഞ്ഞാൽ ബജറ്റ് ചർച്ച നടത്തേണ്ടത് പിറ്റേ ദിവസമാണ്. കാരണം ആദ്യത്തെ ദിവസം കൊണ്ട് ഇത് കയ്യിൽ കിട്ടി വായിച്ചു തീർക്കാനുള്ള സമയമില്ല. പക്ഷെ ആദ്യത്തെ ദിവസം വൈകുന്നേരം 9 മണിയാകുമ്പോഴേക്കും എല്ലാ ചാനലും ബജറ്റ് ചർച്ച അവസാനിപ്പിക്കും. പിറ്റേ ദിവസം രാവിലെ വരുന്ന പത്രങ്ങളിൽ പതിവ് അക്ഷരങ്ങളിൽ ഹെഡിങ്ങുകൾ നിരക്കും. കേന്ദ്ര ബജറ്റ് കേരളത്തിനൊന്നും കിട്ടിയില്ല, ഒരു പത്രം ഒന്നും കിട്ടിയില്ല, മറ്റേത് വട്ടപൂജ്യം, വേറൊരു പത്രം അവഗണിച്ചു, ഇങ്ങനെ അല്ലാതെ ഒന്നുമില്ല. ഇത്തവണ ബീഹാറിന്റെയും ആന്ധ്രയുടെയും മാത്രം ബജറ്റാണെന്നുള്ള ആക്ഷേപം ഉണ്ടായി. പക്ഷെ സത്യത്തിൽ ബജറ്റിൽ എന്തുണ്ട് എന്നുള്ള അന്വേഷണം ആരും നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക്, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കളായിട്ടുള്ള നമുക്ക് ഈ ബജറ്റിനെ സംബന്ധിച്ചിട്ടുള്ള സമ്പൂർണമായ വിവരങ്ങൾ പഠിച്ച് ജനങ്ങളിൽ എത്തിക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും ബജറ്റിൽ കേരളവുമായി ബന്ധപ്പെട്ട പ്രസക്തമായ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇന്ന് ഉച്ചവരെ തിരുവനന്തപുരത്ത് നിന്നും ഡൽഹിയിൽ നിന്നും വന്നുകൊണ്ടിരുന്ന വിവരങ്ങൾ, ബജറ്റിനെ സംബന്ധിച്ച് തന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങളെ പരമാവധി വേഗത്തിൽ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇവിടെ വന്നിട്ട് ഞാൻ ബാങ്കിൽ ഇരുന്നിട്ടാണ് ഇത് പ്രിന്റ് എടുത്തത്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എനിക്ക് കിട്ടിയ കാര്യങ്ങൾ, ഇത് സമ്പൂർണ്ണമൊന്നുമല്ല, നാളെ മറ്റന്നാളും ഒക്കെ ഇനിയും വരും. ഈ കാര്യങ്ങൾ കേന്ദ്രത്തിന്റെ കേരളത്തോടുള്ള ആഭിമുഖ്യം എത്രയാണ് എന്ന് വ്യക്തമായൊരു സൂചന തരുന്ന കണക്കുകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. സമയക്കുറവ് കൊണ്ട് ഞാനത് വളരെ വേഗം ഒന്ന് വായിച്ചു പോകാം. പിന്നെ സാങ്കേതികമായ കാര്യങ്ങൾ, ബജറ്റിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, കേരളത്തിലെ ചർച്ച നടക്കുന്ന കാര്യങ്ങൾക്കുള്ള മറുപടിയും പറയാം. അത് പറയാം. ഫിഗേഴ്സ് എഴുതിയെടുക്കാനുള്ള സമയം തരാം. ഇനി എഴുതിയെടുക്കാൻ ആരുടെയും കയ്യിൽ പേപ്പറും പേന ഇല്ലാതെ പോയാൽ മൊബൈലിൽ റെക്കോർഡ് ചെയ്താലും മതി. അപ്പൊ പിന്നെ എളുപ്പമുണ്ട്, സംവിധാനം ഉള്ളതുകൊണ്ട് എളുപ്പമുണ്ട്. അതെ, മൊബൈലിൽ റെക്കോർഡ് ചെയ്താലും മതി. ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം. ഇപ്പൊ കേരളത്തിന് കിട്ടിയ സാമ്പത്തികമായിട്ടുള്ള അലോട്ട്മെന്റിന്റെ പൂർണ്ണരൂപമല്ല, ചില പ്രത്യേക മേഖല മാത്രം സെലക്ട് ചെയ്ത് പറയാം. റബ്ബർ ബോർഡിന് കിട്ടിയത്, ഞാൻ റബ്ബറിന്റെ നാട്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് അത് ആദ്യം പറഞ്ഞു പോയതാ. റബ്ബർ ബോർഡിന് കിട്ടിയത് 320 കോടി. സ്പൈസസ് ബോർഡിന്, ഇതെല്ലാം കേരളത്തിലേക്കാണ്, കേരളത്തിലേക്ക് കിട്ടുന്ന കാര്യം മാത്രം എടുത്തിരിക്കുന്നത്. സ്പൈസസ് ബോർഡ് 130 കോടി. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് 77.55 കോടി. കൊച്ചിൻ കപ്പൽശാല 355 കോടി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി 129.50 കോടി. നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് 17.39 കോടി. ശ്രീചിത്ര ഉൾപ്പെടെയുള്ള സ്വയംഭരണ സ്ഥാപനങ്ങൾ 1612.20 കോടി. രാജീവ് ഗാന്ധി ബയോടെക്നോളജി ഉൾപ്പെടെയുള്ള സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 940.66 കോടി. സീടാക്കിന് 270 കോടി. റെയിൽവേക്ക് കേരളത്തിലേക്ക് മാത്രം 3011 കോടി. ഇതുകൂടാതെ കേന്ദ്ര നികുതി വിഹിതമായി
കഴിഞ്ഞ തവണത്തേക്കാൾ ഇത്തവണ കേരളത്തിന് അധികമായി തന്നത് 2747.28 കോടി. അതിനു പുറമെ കേരളത്തിന്റെ GST വിഹിതമായി കിട്ടത് 7772 കോടി. ആദായ നികുതി കേരളത്തിലേക്ക് തന്നത് 8303 കോടി. എക്സൈസ് തീരുവ കേരളത്തിലേക്ക് തന്നത് 224 കോടി. കോർപ്പറേഷൻ നികുതി കേരളത്തിലേക്ക് തന്നത് 7209 കോടി. കസ്റ്റംസ് തീരുവ 1059.99 കോടി. മറ്റ് നികുതികൾ, ചെറിയ നികുതികളൊക്കെ കൂടി ചേർത്ത് 39.46 കോടി. ഇതിന് പുറമെയാണ് കേന്ദ്ര സർവകലാശാല, ഐസർ തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് ലഭിക്കുന്നത്. ഇതിനു പുറമെ NHM, സമഗ്ര ശിക്ഷാ അഭിയാൻ, UGC, നബാർഡ്, റോഡ് വികസനം, മത്സ്യസമ്പദ യോജന, ഭാരത് മാല, സാഗർമാല, പട്ടികജാതി പട്ടികവർഗ ആദിവാസി ഡിപ്പാർട്ട്മെന്റുകൾ, ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഹെഡില് കോടിക്കണക്കിന് രൂപയുടെ നീക്കിയിരിപ്പുണ്ട്. അതിന്റെ കണക്കുകളൊക്കെ കൃത്യമായി കൂട്ടിയെടുത്തു വരുന്നേ ഉള്ളൂ. അതിനു പുറമെ പഞ്ചായത്തുകൾക്ക് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുണ്ട്, കുടുംബശ്രീക്ക് കിട്ടുന്ന ഫണ്ടുകളുണ്ട്, തൊഴിലുറപ്പുകാർക്ക് കിട്ടുന്ന ഫണ്ടുണ്ട്, സൗജന്യ ഭക്ഷ്യധാന്യ വിതരണത്തിന് അലോട്ട് ചെയ്തിരിക്കുന്ന ഫണ്ടുണ്ട്, അമൃത് ടൂറിസം പദ്ധതിയുണ്ട്, സ്കിൽ ഡെവലപ്മെന്റിന് അനുവദിച്ചിരിക്കുന്ന പദ്ധതിയുടെ സംസ്ഥാന വിഹിതമുണ്ട്, അർബൻ ഡെവലപ്മെന്റിന് തുടങ്ങിയ പദ്ധതികൾക്ക് കേരളത്തിലേക്കുള്ള ഫണ്ട് ഇതിന് പുറമെയുണ്ട്. ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് തിരിച്ചുള്ള ഫണ്ടുകൾ വരുന്നുണ്ട്. അതെങ്ങനെ വരുമെന്നുള്ളത് ഞാൻ ഇതിന് പിന്നാലെ പറയാം. ഇപ്പോൾ ഞാൻ ഈ തുക പറയാതെ ഡിപ്പാർട്ട്മെന്റ് മാത്രം പറഞ്ഞത് എങ്ങനെയാണ് പണമായി കിട്ടുന്നത് എന്നുള്ളതിന്റെ സാങ്കേതിക വശം ഞാൻ അവസാനം കൃത്യമായിട്ട് പറയാം. വിദ്യാഭ്യാസ നൈപുണ്യ മേഖലയ്ക്ക് 1.48 ലക്ഷം കോടി ഇതിൽ നിന്ന് കേരളത്തിന്റെ വിഹിതം നമുക്ക് കിട്ടും. അതെങ്ങനെ കിട്ടുമെന്നുള്ളത് പറയാം. 9 മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ബജറ്റിന്റെ ഊന്നൽ 9 മേഖലകളിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പത്രമാധ്യമങ്ങളിൽ അത് കിട്ടിയിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന വിളകൾക്ക് കർഷകർക്ക് ലഭ്യമാക്കും. അതുപോലെ ആദ്യമായി ജോലിയിൽ കയറുന്നവർക്ക് ആദ്യ മാസത്തെ ശമ്പളം തൊഴിലാളികൾക്ക് നൽകും. അത് കേരളത്തിലും കിട്ടും. രാജ്യത്തെ 500 സുപ്രധാന സ്ഥാപനങ്ങളിൽ 5 വർഷത്തിനകം 1 കോടി യുവാക്കൾക്ക് ഇന്റേൺഷിപ്പ് സൗകര്യം ഒരുക്കും. 5000 രൂപ സ്റ്റൈപ്പൻഡ് കേന്ദ്ര ഗവൺമെന്റ് നൽകും. അതിൽ 6000 രൂപ ഒറ്റത്തവണയായി നൽകും. പരിശീലനത്തിനുള്ള ചെലവ് 10% സ്റ്റൈപ്പൻഡ് കമ്പനികൾ വഹിക്കണം. ഇതെല്ലാം കേരളത്തിലെ യുവാക്കൾക്ക് കിട്ടും. കൂടുതൽ തദ്ദേശീയമായ താപ വൈദ്യുത നിലയങ്ങൾ യാഥാർത്ഥ്യമാക്കും. കേരളത്തിന് വേണമെങ്കിൽ അത് അപേക്ഷ കൊടുത്താൽ കിട്ടും. 1 കോടി വീടുകൾക്ക് കൂടി സോളാർ പദ്ധതി സ്ഥാപിക്കാൻ സഹായം നൽകും. ഏറ്റവും കുറഞ്ഞത് 5 ലക്ഷം വീടുകളെങ്കിലും കേരളത്തിൽ തന്നെ കിട്ടും. പ്രധാനമന്ത്രി ഗ്രാമസഡക് യോജന ഫേസ് 4 അവതരിപ്പിക്കും. അതിൽ എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്ന റോഡുകളാണ് നിർമ്മിക്കുക. 25,000 ഗ്രാമീണ മേഖലകളിൽ റോഡുകൾ നിർമ്മിക്കും. മുൻ വർഷങ്ങളിൽ ലഭിച്ചതുപോലെ ഇതും കേരളത്തിന് കിട്ടും. വികസിത നഗരങ്ങൾക്ക് പ്രത്യേക പാക്കേജ് അനുവദിച്ചിട്ടുണ്ട്. അത് തിരുവനന്തപുരത്തിനും കൊച്ചിക്കും ലഭിക്കും. 12 വ്യവസായ പാർക്കുകൾ കൂടി അനുവദിച്ചിട്ടുണ്ട്. കേരളം അപേക്ഷിച്ചാൽ അത് കേരളത്തിനും കിട്ടും. GST റവന്യൂ വരുമാനം വർദ്ധിപ്പിച്ച സാധാരണക്കാരന്റെ നികുതി ഭാരം കുറച്ചു. ഇത് മലയാളികൾക്കും കിട്ടും. കിസാൻ സമ്മാൻ നിധി ഇപ്പോൾ തന്നെ കേരളത്തിൽ 38 ലക്ഷം കുടുംബങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇനിയും കിട്ടാത്ത കുടുംബങ്ങൾക്ക് അത് വാങ്ങിച്ചു കൊടുക്കാൻ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വന്ന് ആ ലിസ്റ്റ് കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്താൽ മതി. ക്യാൻസർ രോഗത്തിനുള്ള മരുന്നിന്റെ കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കിയത് നമുക്കറിയാം. മൊബൈൽ ഫോണ്, ചാർജർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിന്റെ വില കുറഞ്ഞത് നമുക്കറിയാം. സ്വർണം വെള്ളി വിലയില് 1000 രൂപയാണ് ഒറ്റ ദിവസം കുറഞ്ഞത്. ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ 1 പവൻ സ്വർണത്തിന് 2000 രൂപ കുറഞ്ഞു. അതിനുശേഷം വീണ്ടും 2000 കുറഞ്ഞു. ഇപ്പൊ 1 പവൻ സ്വർണത്തിന് 4000 രൂപ ബജറ്റിന് ശേഷം 1 പവൻ സ്വർണത്തിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട്. സമുദ്രോൽപ്പന്ന കയറ്റുമതി വർദ്ധിപ്പിക്കാൻ നികുതി ഇളവ് നൽകും. മത്സ്യത്തിന്റെ തീറ്റ, ചെമ്മീൻ തീറ്റ, ഇതിനൊക്കെ വില കുറച്ചു കഴിഞ്ഞു. കാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ധനവിനിമയ നികുതിയിൽ നിന്ന് അത് ഒഴിവാക്കി.
ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ NGOകളുള്ള കേരളത്തില് ഇതിന്റെ വലിയ പ്രയോജനം ലഭിക്കും. ആദായ നികുതി റിട്ടേൺ വൈകിയാൽ പണ്ടൊക്കെ ക്രിമിനൽ നടപടി ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ല, അതെടുത്തു കളഞ്ഞു. സ്റ്റാർട്ടപ്പുകൾക്ക് ഏഞ്ചൽ ടാക്സ് ഉണ്ടായിരുന്നു, അതെടുത്തു കളഞ്ഞു. ക്രൂയിസ് ടൂറിസത്തിന് പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ട്. അത് കേരളത്തില് പ്രത്യേകിച്ച് കൊച്ചി, വിഴിഞ്ഞം തുറമുഖ പ്രദേശങ്ങളിൽ നമുക്ക് നല്ല സാധ്യത തുറക്കും. 3 ലക്ഷം വരെ ഇത് ഞാൻ വായിക്കേണ്ട കാര്യമില്ല, നിങ്ങളെ പത്രത്തിൽ കണ്ടതാണ്. ഈ ഇൻകം ടാക്സിന്റെ വ്യത്യാസം വന്നിരിക്കുന്നത് അറിയാം, ഞാൻ വിശദീകരിച്ച് സമയം കളയേണ്ട കാര്യമില്ല. എണ്ണക്കുരുക്കളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ നവീന പദ്ധതിയുണ്ട്. കേരളത്തിലും ഇതിന്റെ പ്രയോജനം കിട്ടും. കോടി വലിയ തുകയാണ്, അതിന്റെ അനുപാതം കേരളത്തിന് കിട്ടും. സ്ത്രീകൾക്കായി പ്രത്യേക നൈപുണ്യ പരിശീലന കേന്ദ്രങ്ങൾ വരുന്നത് കേരളത്തിലെ വനിതാ ശാക്തീകരണത്തിന് മുതൽക്കൂട്ടാകും. 5 വർഷം കൊണ്ട് 20 ലക്ഷം യുവാക്കൾക്ക് നൈപുണ്യ പരിശീലന പരിപാടി. കേരളത്തിലെ 2 ലക്ഷം യുവാക്കൾക്കെങ്കിലും ഈ പ്രയോജനം കിട്ടും. 1000 വ്യവസായ പരിശീലന കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ അനുവദിച്ചിട്ടുണ്ട്. കേരളം അപേക്ഷ കൊടുത്താൽ ഏറ്റവും കുറഞ്ഞത് 100 എണ്ണമെങ്കിലും കേരളത്തിന് കിട്ടും. കൂടുതൽ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലുകൾ അലോട്ട് ചെയ്തിട്ടുണ്ട്. കേരളം എത്രയാണ് വേണ്ടതെന്ന് ചോദിച്ച് വാങ്ങിക്കണം. 3 വർഷത്തിനകം 400 ജില്ലകളിൽ ഡിജിറ്റൽ വിള സർവേ നടത്തും. നമ്മുടെ കേരളത്തെ മുഴുവൻ അതിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. 1 ലക്ഷം വിദ്യാർത്ഥികൾക്ക് പലിശരഹിത വൗച്ചറുകൾ അനുവദിക്കും. ഇത് കേരളത്തിലെ കുട്ടികൾക്കും കിട്ടും. ആദിവാസി വിഭാഗങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക ക്ഷേമത്തിന് 5 ലക്ഷം ആദിവാസികൾക്ക് പ്രയോജനം കേരളത്തിലും കിട്ടും. അതുപോലെ MSMEകൾക്ക് പ്രത്യേക പരിഗണന നൽകും. അതിനുവേണ്ടി കൊളാറ്ററൽ സെക്യൂരിറ്റി ഇല്ലാതെ 100 കോടി ലഭിക്കും. നമ്മളും അത് അപേക്ഷിച്ച് വാങ്ങിക്കേണ്ടതാണ്. വനിതാ ശാക്തീകരണ പദ്ധതികൾക്ക് 3 ലക്ഷം കോടിയാണ് നീക്കിവച്ചിരിക്കുന്നത്. കേരളത്തിന് ഏറ്റവും കുറഞ്ഞത് 15,000 കോടിയെങ്കിലും കിട്ടും. ചെറുകിട ഇടത്തരം മേഖലയ്ക്ക് 100 കോടി രൂപയുടെ ധനസഹായമുണ്ട്. അതും കേരളം വാങ്ങിച്ചെടുക്കാവുന്നതാണ്. മുദ്രാ വായ്പയുടെ പരിധി 10 ലക്ഷം എന്നുള്ളത് 20 ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട്. രാജ്യത്ത് കൂടുതൽ വ്യവസായ പാർക്കുകൾ 12 എണ്ണം വരുന്നുണ്ട്, നേരത്തെ പറഞ്ഞു. നഗരങ്ങളിൽ 1 കോടി വീടുകൾ നിർമ്മിക്കും. പാർപ്പിട പദ്ധതിക്കായി 10 ലക്ഷം കോടി രൂപ കേന്ദ്രം നീക്കിവച്ചിട്ടുണ്ട്. അപ്പോൾ അത് കേരളത്തിലെ ഏറ്റവും കുറഞ്ഞത് 1 ലക്ഷം വീടെങ്കിലും കേരളത്തിന് കിട്ടും. അപ്പോൾ ഇതൊക്കെ തന്നെ കേരളത്തിനും അവകാശപ്പെട്ടതാണ്, ഇന്ത്യ മുഴുവൻ അവതരിപ്പിച്ച വിഷയമാണ്. എന്നിട്ടും കേരളത്തിനൊന്നും കിട്ടിയില്ല എങ്കിൽ എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് കേരളത്തിലെ പ്രതിപക്ഷം പറയണം, ഭരണപക്ഷം പറയണം, LDF പറയണം, UDF പറയണം. കാരണം എങ്ങനെയാണ് ബജറ്റിന്റെ വിഹിതം വാങ്ങിച്ചെടുക്കുന്നത് എന്നുള്ളത് ഒരു ചാനലും ചർച്ച ചെയ്യാറില്ല, ഒരു പത്രവും എഴുതാറില്ല. അതുകൊണ്ട് BJPക്കാരായ നമ്മൾ ഈ വിഷയം പഠിച്ചിരിക്കണം. ജനങ്ങളോട് നമ്മൾ സംവദിക്കണം, ജനങ്ങളിലേക്ക് ഈ വിഷയം എത്തിക്കുകയും വേണം. എങ്ങനെയാണ് കേന്ദ്ര പദ്ധതികൾ ഓരോ സംസ്ഥാനത്തിന് കിട്ടുക? ഇപ്പൊ ബീഹാറിനും ആന്ധ്രയ്ക്കും കൂടുതൽ പദ്ധതി വിഹിതം കിട്ടിയപ്പോൾ അതെങ്ങനെ കിട്ടി എന്ന് ആരും പറയുന്നില്ല. അത് BJP പിന്തുണച്ചതുകൊണ്ട് കിട്ടി, വാരിക്കോരി കൊടുത്തു, ഇതാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെയല്ല. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര പദ്ധതികൾ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഒരു സംസ്ഥാനത്തിന് 1 പൈസ പോലും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. അതെന്താണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിന്റെ ആദ്യ പടി ആരംഭിക്കുന്നത് പ്രീ ബജറ്റ് കൺസൾട്ടേഷൻ. ഞാൻ ആ വാക്കൊന്നുകൂടെ എടുത്ത് പറയാം. പ്രീ ബജറ്റ് കൺസൾട്ടേഷൻ എന്ന് പറയുന്ന ഒരു നടപടിക്രമത്തിലൂടെയാണ്. എന്താണ് ഈ പ്രീ ബജറ്റ് കൺസൾട്ടേഷൻ? ബജറ്റ് അവതരിപ്പിക്കുന്നത് ഫെബ്രുവരി മാസത്തിലാണ്. ബജറ്റ് അവതരിപ്പിക്കുന്ന ഫെബ്രുവരി മാസത്തിന് 5 മാസം മുൻപ്, സെപ്റ്റംബർ മാസം മുതൽ ജനുവരി മാസം വരെയുള്ള 5 മാസക്കാലം എല്ലാ സംസ്ഥാന ഗവൺമെന്റുകൾക്കും കേന്ദ്ര ഗവൺമെന്റിന് മുമ്പാകെ അടുത്ത ബജറ്റിൽ തങ്ങൾക്ക് എന്തു വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കാനുള്ള സമയമാണ് ഈ 5 മാസക്കാലം. ഈ 5 മാസക്കാലം ഇവർ ചെയ്യേണ്ടത് അടുത്ത ഫെബ്രുവരിയിൽ അവതരിപ്പിക്കാൻ പോകുന്ന കേന്ദ്ര ബജറ്റിൽ ഞങ്ങളുടെ സംസ്ഥാനത്തിന് ഇന്ന പദ്ധതികൾക്കു വേണ്ടി ഇന്ന ചെലവ് ചെയ്യാൻ വേണ്ടി ഇത്ര കോടി ഇത്ര ലക്ഷം രൂപ ആവശ്യമുണ്ട് എന്നുള്ള ഡാറ്റ സഹിതം, വിശദീകരണം സഹിതം, സാഹചര്യം സഹിതം, നീഡ് സഹിതം. എന്തിനാണ് നീഡ്, എന്താണ് ഈ ആവശ്യം സഹിതം എന്ന് പറയുന്നത്? നീഡ് അനാലിസിസ് ഉണ്ട്, അത് ഞാൻ പിന്നാലെ പറയാം. അപ്പോൾ അങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റിനെ സമീപിക്കേണ്ടത്. ഇത് എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്ര ബജറ്റിന്റെ വിഹിതത്തിന് അവകാശമുണ്ട്.
അവ അനുവദിച്ച് കിട്ടുന്നതിന് വേണ്ടിയാണ് പ്രീ ബജറ്റ് കൺസൾട്ടേഷൻ നടത്തുന്നത്. അങ്ങനെ പ്രീ ബജറ്റ് കൺസൾട്ടേഷൻ നടത്താൻ വേണ്ടി ഓരോ സംസ്ഥാന ഗവൺമെന്റും ഓരോ ആവശ്യത്തെയും ഓരോ പ്രോജക്ട് റിപ്പോർട്ടാക്കി തയ്യാറാക്കണം. അതിനാണ് ഉദ്യോഗസ്ഥന്മാരെ വെച്ച് ശമ്പളം കൊടുക്കുന്നത്. പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിക്കണം. ഇത് ആദ്യം ഉദ്യോഗസ്ഥ തലത്തിലാണ് ഈ ചർച്ച നടക്കുക. നമ്മൾ ഈ സമർപ്പിക്കുന്ന പ്രോജക്ട് റിപ്പോർട്ടിന്റെയും അപേക്ഷയുടെയും അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഓരോ ഡിപ്പാർട്ട്മെന്റും ഭരിക്കുന്ന IAS, IPS, IFS, IRS തുടങ്ങിയ 24 സർവീസുകളിലെ സിവിൽ സർവീസിന്റെ ടോപ്പ് ലെവൽ ഗ്രൂപ്പ് A ഉദ്യോഗസ്ഥന്മാരും കേന്ദ്ര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥന്മാരും കൂടി ഇരുന്ന് ചർച്ച ചെയ്യും. ആ ചർച്ച 5 മാസക്കാലമുണ്ട്. ആ ചർച്ച നടത്തിയതിനു ശേഷം അവര് ഇതിലൊരു തീരുമാനത്തിൽ എത്തുകയോ എത്താതിരിക്കുകയോ ചെയ്യുന്ന സമയത്ത് അത് കേന്ദ്ര മന്ത്രിസഭയുടെ മുമ്പാകെ വയ്ക്കും. അതാത് ഡിപ്പാർട്ട്മെന്റുകളുടെ മന്ത്രാലയത്തിലെ മന്ത്രിമാരും സംസ്ഥാനത്തെ ആ വിഷയം കൈകാര്യം ചെയ്യുന്ന മന്ത്രിയും കൂടിയാണ് രണ്ടാം ഘട്ട ചർച്ച നടക്കേണ്ടത്. ഉദാഹരണത്തിന് കേന്ദ്ര വനം വകുപ്പ്, സംസ്ഥാന വകുപ്പ്, ഇത് രണ്ടിടത്തുമുണ്ട്. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ്, സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ്, കേന്ദ്ര തുറമുഖ വകുപ്പ്, സംസ്ഥാന തുറമുഖ വകുപ്പ്. മന്ത്രിമാർ ഒന്നിച്ചിരിക്കും. ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചർച്ചയ്ക്ക് ശേഷം മന്ത്രിമാർ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യും. അങ്ങനെ ചർച്ച ചെയ്തതിനു ശേഷം ജനുവരിക്ക് മുൻപ്, കഴിയുമെങ്കിൽ ഒരു ഡിസംബർ മാസം അല്ലെങ്കിൽ ഏറെ താമസിച്ച ജനുവരി മാസമെങ്കിലും ഓരോ സംസ്ഥാനവും അവർക്ക് ആവശ്യമായ പദ്ധതിയുടെ ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിക്കണം. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് ഓരോ സംസ്ഥാനത്തിന്റെയും നീഡ് അസസ് ചെയ്തിട്ട് അതിനാവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ, ഈ സംഗതികളൊക്കെ യാഥാർത്ഥ്യമാണോ, ഇതിനെ സംബന്ധിച്ചുള്ള പഠനം നടത്തിയിട്ട് ഈ തുകകൾ അനുവദിക്കുന്നത്. എന്നാൽ കേരള ഗവൺമെന്റ് എന്താണ് ചെയ്തത്? കേന്ദ്ര ഗവൺമെന്റിനെതിരെ സുപ്രീം കോടതിയിൽ കേസിന് പോവുകയും ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് നടപടികൾ നടത്തുന്നതെന്ന ആവശ്യം ആരോപണം ഉന്നയിക്കുകയും ചെയ്തപ്പോ സുപ്രീം കോടതി പറഞ്ഞു, എന്നാൽ പിന്നെ തീരുമാനമാവട്ടെ. തീരുമാനം നിയമപരമായി ഉണ്ടാക്കിയതിനു ശേഷം ഭരണഘടനാ ബെഞ്ച് തീരുമാനമെടുത്തതിനു ശേഷം സംസ്ഥാന ഗവൺമെന്റിന്റെ വിഹിതം നിശ്ചയിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് വരാം എന്ന് പറഞ്ഞു. എന്നാൽ ഇതൊന്നും കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നിടത്ത് ബാധകമായ കാര്യമല്ല. അതുകൊണ്ടല്ല കേന്ദ്രത്തിൽ നിന്നൊന്നും കിട്ടാത്തത്, കേസ് കൊടുത്തതുകൊണ്ടല്ല. കേസ് അതിന്റെ വഴിയെ നടക്കും. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ വിശദീകരിച്ചതുപോലെ സെക്രട്ടറി തലത്തിലോ അല്ലെങ്കിൽ മന്ത്രി തലത്തിലോ ഇത്തരത്തിലുള്ള ഏതെങ്കിലും അപേക്ഷ കേന്ദ്ര ഗവൺമെന്റിന് മുമ്പാകെ വെച്ചിട്ടുണ്ടായിരുന്നുവോ എന്നുള്ള കാര്യം ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയും മന്ത്രി, ഇപ്പോൾ കേരളത്തിലെ മന്ത്രിയായിട്ടുള്ള ശ്രീ ജോർജ് കുര്യൻജിയോട്, മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള V മുരളീധരൻജിയോട് ഞാൻ നേരിട്ട് ഫോണിൽ വിളിച്ച് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, വൈകുന്നേരം ഇവിടെ വരുന്നുണ്ട്, ഇങ്ങനൊരു പ്രോഗ്രാം അവതരിപ്പിക്കാനുണ്ട്, അതുകൊണ്ട് കൃത്യമായിട്ടൊന്ന് പറയണം എന്ന് പറഞ്ഞു. അപ്പൊ V മുരളീധരൻജി ഈ വിഷയം പരിശോധിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞു, രണ്ട് കാര്യങ്ങളാണ് കേരള ഗവൺമെന്റ് പ്രീ ബജറ്റ് ചർച്ചയ്ക്ക് വേണ്ടി മുന്നോട്ട് വെച്ചത്. ഒന്ന്, വിഴിഞ്ഞം പോർട്ടിന് 5000 കോടി തരണം. 2, സിൽവർ ലൈൻ റെയിൽവേ പാതയ്ക്ക് അനുമതി തരണം. അതിന് എത്ര പണം വേണമെന്ന് പറഞ്ഞിട്ടുമില്ല, പണം എത്ര എന്ന് പറഞ്ഞിട്ടുമില്ല. ഈ രണ്ട് കാര്യമല്ലാതെ കേരളത്തിലെ ഒരൊറ്റ വിഷയവും കേരള ഗവൺമെന്റ് രേഖാമൂലമോ അല്ലാതെ ചർച്ച മുഖേനയോ കേന്ദ്ര ഗവൺമെന്റിന് മുമ്പാകെ പ്രീ ബജറ്റ് ഡിസ്കഷനിൽ ഉന്നയിച്ചിട്ടില്ല, ആവശ്യപ്പെട്ടിട്ടില്ല. എന്നോടിത് പറഞ്ഞത് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻജിയാണ്. എന്നോടിത് പറഞ്ഞത് കേന്ദ്രത്തിലെ ഇപ്പോഴത്തെ മന്ത്രി ജോർജ് കുര്യൻജിയാണ്. അപ്പോൾ ഇവരും ആ കാര്യങ്ങൾ അകത്തിരുന്ന് കണ്ടവരാണ്, പരിശോധിക്കുന്നവരാണ്, അറിയാവുന്നവരാണ്. അപ്പോൾ കേരളം ഇതാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ജനങ്ങളോട് പറയുന്നു, പത്രക്കാരോട് പറയുന്നു, കേന്ദ്രം അവഗണിച്ചു. വെറും സെൻസേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബജറ്റ് പ്രസംഗത്തിൽ കേരളത്തിന്റെ പേരെടുത്ത് പരാമർശിച്ചില്ല. ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത സമയത്ത് ഞാൻ ചോദിച്ചു, കേന്ദ്രത്തിലെ ബജറ്റ് പ്രസംഗത്തിൽ ഗുജറാത്തിന്റെ പേര് പറഞ്ഞില്ല, മധ്യപ്രദേശിന്റെ പേര് പറഞ്ഞില്ല, ഉത്തർപ്രദേശിന്റെ പേര് പറഞ്ഞില്ല, അവിടെയൊക്കെ BJP ഭരിക്കുന്നത്, ആ പേരും പറഞ്ഞില്ല. അതുകൊണ്ട് അവർക്കൊന്നും കിട്ടിയില്ല, അവർ പരാതി പറഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചപ്പോൾ മറുപടിയില്ല. അപ്പോ ഇങ്ങനെ നിയമപരമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കി ക്രിയാത്മകമായി അക്കൗണ്ടബിലിറ്റിയോടുകൂടി ക്രെഡിബിലിറ്റിയോടുകൂടി കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല കേരള ഗവൺമെന്റിന്. എന്തുകൊണ്ട് കഴിഞ്ഞിട്ടില്ല? അതൊരു വലിയ കാര്യമാണ്.
ഇവിടെ അക്കൗണ്ടബിലിറ്റി എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചു. എന്താണ് അക്കൗണ്ടബിലിറ്റി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങോട്ട് കിട്ടിയാൽ അതിനൊരു രേഖ വേണം. പണം കിട്ടിയാൽ അത് ചെലവഴിച്ചോ ചെലവഴിച്ചില്ലയോ, ചെലവഴിച്ചാൽ എത്ര, ചെലവഴിക്കാത്ത എത്ര, ഒരു രേഖ വേണം. ഇതിനാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയാൻ. കേരളത്തിന് കഴിഞ്ഞ പ്രളയ ദുരിതകാലത്ത് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത പണത്തിന്റെ പകുതി തുകയും ചെലവഴിച്ചിട്ടില്ല. ഏതാണ്ട് 1000 കോടി രൂപയിലധികം ചെലവഴിച്ചിട്ടേയില്ല. കേന്ദ്രം ചോദിച്ചു, CAG ചോദിച്ചു, 1000 കോടി രൂപ എവിടെ പോയി? വിശദീകരണമില്ല. എവിടെ ചെലവഴിച്ചു? വിശദീകരണമില്ല, മറുപടിയില്ല. ചെലവഴിക്കാത്ത തുക നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ? മറുപടിയില്ല. എന്ന് പറഞ്ഞാൽ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. സംസ്ഥാന ഗവൺമെന്റുകളിലേക്ക് അനുവദിക്കുന്ന പണത്തിന്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് തിരിച്ചങ്ങോട്ട് കൊടുക്കുമ്പോഴാണ് കൂടുതൽ പണം ഇങ്ങോട്ട് അനുവദിക്കുക. എന്താണ് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്? കേന്ദ്രം തന്ന പണം ഇത്ര കോടി രൂപ, ഞങ്ങൾ ചിലവഴിച്ചത് ഇത്ര കോടി രൂപ, മിച്ചമുള്ളത് ഇത്ര കോടി രൂപ, ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ഹെഡിൽ എന്തൊക്കെ കാര്യത്തിന് ചെലവഴിച്ചു അതിന്റെ കണക്ക്, ഇതെല്ലാം കൂടി എഴുതി തിരിച്ചങ്ങോട്ട് കൊടുക്കുന്നതിനാണ് യൂട്ടിലൈസേഷൻ എന്ന് പറയുക. അതായത് ഉപയോഗിച്ചത് എത്ര, ഉപയോഗിക്കാത്തത് എത്ര, ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെയൊക്കെ ഉപയോഗിച്ചു. ഈ സംഗതി കേരള ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്തിട്ടില്ല. സുപ്രീം കോടതി ചോദിച്ചു. കേസിന് ചെന്നപ്പോൾ സുപ്രീം കോടതി കേരള ഗവൺമെന്റിന്റെ അഭിഭാഷകരോട് ചോദിച്ചു, കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ പണത്തിന്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുത്തിട്ടില്ലല്ലോ, വിശദീകരണം പറയാനുണ്ടോ? സുപ്രീം കോടതിയുടെ മുമ്പിൽ കേരളത്തിന്റെ കോടിക്കണക്കിന് രൂപ പ്രതിഫലം പറ്റുന്ന വക്കീലന്മാർക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. കാരണം പിണറായി സർക്കാർ അവരുടെ കയ്യിൽ ഒരു രേഖയും കൊടുത്തിട്ടില്ല. എന്താ കാരണം? അഴിമതി. മോഷ്ടിച്ചു. അത് മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് പറയാൻ പറ്റുമോ? സുപ്രീം കോടതിയിലും പറയാൻ പറ്റില്ല, കേന്ദ്രത്തിലും പറയാൻ പറ്റില്ല. ഇതാണ് സംഭവം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ബജറ്റ് ചർച്ചയിലോ പൊതു ചർച്ചയിലോ വരാറില്ല. അതുകൊണ്ട് പാർട്ടിയുടെ നേതാക്കന്മാരായിട്ടുള്ള നമ്മൾ ഇത്തരം കാര്യങ്ങൾ പഠിച്ചിരിക്കണം, ജനങ്ങളോട് സംസാരിച്ചിരിക്കണം. ഒരു പോയിന്റ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ബജറ്റിന് മുമ്പുള്ള കാര്യമാണ്. ഇനി ബജറ്റ് അവതരിപ്പിച്ചു. ഇപ്പൊ ഞാൻ ഈ വായിച്ച കണക്കനുസരിച്ചിട്ട് ഓരോ സംസ്ഥാനത്തിനും കിട്ടിയ പണത്തിന്റെ തുക ഞാൻ പറഞ്ഞു, കിട്ടാത്ത ഒത്തിരി പദ്ധതികളും പറഞ്ഞു. അതായത് കേന്ദ്ര ഗവൺമെന്റ് സ്ത്രീകളുടെ വികസനത്തിന് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി 3 ലക്ഷം കോടി രൂപ മാറ്റിവെച്ചു എന്ന് പറഞ്ഞാൽ ഇന്ത്യ മൊത്തം സ്ത്രീകളുടെ പുരോഗതിക്ക് വേണ്ടി 3 ലക്ഷം കോടി രൂപ മാറ്റിവെച്ചു. അതിൽ കേരള ഗവൺമെന്റില് സ്ത്രീ വിഭാഗത്തില് സ്ത്രീയുടെ പുരോഗതിക്ക് വേണ്ടി, സുരക്ഷയ്ക്ക് വേണ്ടി, വികാസത്തിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി, അതെങ്ങനെയാകാം, പഠനമാകാം, ചികിത്സയാകാം, ആരോഗ്യമാകാം, എന്തും ആകാം, പ്രോജക്റ്റ് വെക്കണം. കേരളത്തിലെ ആകെ ജനസംഖ്യ ഇത്ര, കേരളത്തിലെ സ്ത്രീ ജനസംഖ്യ ഇത്ര, അതിൽ വൃദ്ധരിത്ര, അമ്മമാരിത്ര, വിദ്യാർത്ഥികൾ ഇത്ര, ശിശുക്കൾ ഇത്ര, സ്ത്രീകളെ മൊത്തം ലിസ്റ്റ് ഉണ്ടാക്കണം. ഓരോ വിഭാഗത്തിനും ആവശ്യമായിട്ടുള്ള പ്രോജക്റ്റുകൾ ഇതാണ്, ഇത് ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ കൂടിയാണ് വരേണ്ടത്. ജനസംഖ്യാനുപാതികമായി നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഓരോ വിഭാഗത്തിന് ഇന്ന പ്രോജക്റ്റ് നടപ്പാക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ഇന്ന മന്ത്രാലയങ്ങളുടെ കീഴിലുള്ള ഇന്ന ഡിപ്പാർട്ട്മെന്റുകളുടെ കീഴിൽ കേന്ദ്രം ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന പദ്ധതി പ്രകാരം ഇത്ര കോടി ഇത്ര ലക്ഷം രൂപ വേണം ഒന്നാമത്തെ ഹെഡ്, ഇത്ര കോടി ഇത്ര ലക്ഷം രണ്ടാമത്തെ ഹെഡ്, ഇതെല്ലാം കൂടി എഴുതി കൂട്ടിയിട്ട് പറയണം സ്ത്രീ പുരോഗതിക്ക് വേണ്ടി 3 ലക്ഷം കോടി കേന്ദ്രം അനുവദിച്ചതിൽ ഇത്ര കോടി ഇത്ര ലക്ഷം കേരളത്തിന് വേണം. ഇതാണ് ബജറ്റിന് ശേഷം പോസ്റ്റ് ബജറ്റ് ആയിട്ട് നമുക്ക് സമർപ്പിക്കാൻ കഴിയുന്ന DPR, ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട്. ഈ സാധനം കേരളത്തിൽ ചെയ്തുകൂടെ? എല്ലാ കാര്യത്തിലും ചെയ്യാം. ഇപ്പോൾ ഈ അനുവദിച്ചിരിക്കുന്ന മുഴുവൻ തുകയുടെ കാര്യത്തിലും, തുറമുഖ വികസനത്തിനായാലും, മത്സ്യബന്ധനമാണെങ്കിലും, അതുപോലെ വരൾച്ചാ നിരോധന കാര്യത്തിലാണെങ്കിലും, വന്യജീവി സംരക്ഷണമാണെങ്കിലും, വന്യമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കാനാണെങ്കിലും, ഏതൊരു മേഖലയിലും കേന്ദ്രം അനുവദിച്ചിരിക്കുന്ന പണം നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ അതിന് ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് സമർപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തിന് ഇത്ര കോടി രൂപ വേണമെന്ന് ആവശ്യപ്പെടുന്നിടത്താണ് ഒരു സംസ്ഥാന ഭരണകൂടത്തിന്റെ ആർജവം പ്രകടിപ്പിക്കേണ്ടത്. ഇതൊന്നും ചെയ്യാതെ കേന്ദ്രം ഒന്നും തന്നില്ല, കേന്ദ്രം അവഗണിക്കുന്നു എന്ന് പറഞ്ഞാൽ മലയാളി സമൂഹം അതിനി വിശ്വസിക്കാൻ പോകുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് 20% വോട്ടിലേക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തെ ഉയർത്തുകയും 3/4 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ച് മന്ത്രിയാക്കിയത്. അപ്പോ കേരളത്തിൽ ഇത് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ഇത് വിശദീകരിക്കുകയും കൂടി ചെയ്താലോ, നമ്മൾ ജനങ്ങളിലേക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ എത്തിക്കുകയും കൂടി ചെയ്താലോ, ഈ 30%, ഈ 20% എന്നുള്ള അടുത്ത തവണ 30 33% അങ്ങനെ ആയാൽ നമ്മൾ അധികാരത്തിൽ വരും. ഉത്തർപ്രദേശില് അല്ലെങ്കിൽ ഗുജറാത്തില് അല്ലെങ്കിൽ രാജസ്ഥാനിലും മധ്യപ്രദേശിലുമൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത്
ഞാനൊരു വലിയ വിഷമം പോലെ അവരോട് പറയും, ഞങ്ങളുടെ കേരളത്തിൽ പത്രങ്ങളും ചാനലും മൊത്തം BJPക്ക് എതിരാണ്. ഞങ്ങളൊക്കെ അവരോട് യുദ്ധം ചെയ്യുകയാണ് എപ്പോഴും. നിങ്ങളൊക്കെ എന്ത് ഭാഗ്യമാരാ, ഇവിടെ വരുമ്പോൾ ചാനലും പത്രമൊക്കെ നിങ്ങൾക്ക് അനുകൂലമാണ്, നിങ്ങൾക്ക് സുഖാണല്ലോ എന്ന് പറയും. അപ്പൊ ഗുജറാത്തിലെ ഒരു മന്ത്രി, രാജസ്ഥാനിലെ ഒരു മന്ത്രി ജവഹർ സിംഗ് ബേഡം എന്ന അദ്ദേഹത്തിന്റെ പേര്, ബീഹാറിലെ 7 ദിവസം ഞങ്ങൾ ഒരു മുറിയിൽ ഒന്നിച്ച് താമസിക്കുക. അപ്പോൾ ഇയാൾ രാജസ്ഥാനിലെ മന്ത്രിയാണ്. അപ്പൊ ഇദ്ദേഹത്തോട് ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങളിതൊക്കെ അനുഭവിച്ചതാ സുഹൃത്തെ, ഭായി, ഞങ്ങളിതൊക്കെ അനുഭവിച്ചതാ. ഞങ്ങൾക്ക് അവിടെ ആദ്യം തുടങ്ങുമ്പോൾ 1.5% വോട്ടാ രാജസ്ഥാനിൽ. പിന്നെ അത് 4.5-ആയി, 7.5-ആയി, 12.5-ആയി, 18-ആയി. അപ്പൊ എല്ലാ ചാനലും നമുക്കെതിരാ, എല്ലാ പത്രങ്ങളും നമുക്കെതിരാ. ഞങ്ങൾ യുദ്ധം ചെയ്യുക നിങ്ങൾ പറയുന്ന പോലെ. പക്ഷേ അതിനുശേഷം 27% വോട്ടിലേക്ക്, 20-ന് മുകളിലേക്ക് ഞങ്ങൾ വന്നു. കോൺഗ്രസിന് ശക്തമായ ഒരു ബദലായി ഞങ്ങൾ മാറിയെന്ന് കണ്ടപ്പോൾ ഇന്നലെ വരെ ഞങ്ങളെ എതിർത്തിരുന്ന പത്രങ്ങളും ചാനലുകളും BJP അനുകൂലമായിട്ട് മാറി. അതുകൊണ്ട് കേരളത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു 23% കിട്ടിയാൽ മതി. ആ 23 കടക്കുമ്പോൾ നോക്കിക്കോളൂ. ഇന്ന് നമ്മളെ എതിർക്കുന്ന പത്രങ്ങളും ചാനലുകളും അന്ന് നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും. രാജസ്ഥാനിൽ ഞങ്ങൾ ഇത് അനുഭവിച്ച ജവഹർ സിംഗ് ബേഡം, രാജസ്ഥാനിലെ മന്ത്രി എന്നോട് പറഞ്ഞതാ. അപ്പോ നമ്മളിപ്പോ 20-ലെത്തിയിരിക്കുന്നു. വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ ഈ 20 എന്നുള്ളത് 25-ലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചാൽ കേരളത്തിന്റെ ചിത്രം മാറും. രാധാകൃഷ്ണൻ സാറ് പറഞ്ഞത് വലിയൊരു കാര്യമാണ്. 20% വോട്ടിന്റെ പ്രതിനിധിയായിട്ടാണ് ചാനലിൽ BJPയുടെ പ്രതിനിധി പോയിരിക്കുന്നത്. രണ്ടിടമായിട്ട് സംസാരിക്കണം. ഞാൻ മിക്കവാറും പോകുന്ന ഇടതുപക്ഷ ചാനലും മൗദൂദി ചാനലിലുമാണ്. ഇടതുപക്ഷത്തിന്റെ ചാനലുകളിലും മീഡിയ വണ്ണില്ല. ഞാൻ ഈ ചർച്ചയ്ക്ക് പോയതും മീഡിയ വണ്ണില്ല. ഈ ശൈലിയിൽ തന്നെ ഞാൻ മീഡിയ വണ്ണി സംസാരിച്ചത്. ആനുകൂല്യം വേണമെന്നുണ്ടെങ്കിൽ BJPയുടെ കൂടെ നിന്നാ മതിയല്ലോ, എന്തിനാ നിങ്ങൾ കിടന്ന് വിഷമിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. അതിന്റെ ക്ലിപ്പിംഗ് ഒക്കെ അവർ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോ ഒന്നും വേണ്ടിയില്ല, തടസ്സപ്പെടുത്താനൊക്കെ ശ്രമിച്ചു, തടസ്സം വകവച്ചില്ല. കാരണം നമ്മൾ 20% വോട്ടിന്റെ പിൻബലമുള്ള പാർട്ടിയാണ്. ഇവന്റെ തടസ്സപ്പെടുത്തലിനെ മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നും നമുക്കില്ല. ഇതുപോലെ ജനങ്ങളിലേക്ക് ഈ വസ്തുതകൾ വെച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ചോദിക്കണം സഖാക്കന്മാരോട്, നമ്മൾ ചോദിക്കണം കോൺഗ്രസുകാരോട്, ബജറ്റിന് മുമ്പിൽ നിങ്ങൾ ഒരു പ്രീ ബജറ്റ് ഡിസ്കഷൻ നടത്തിയോ? ബജറ്റ് കഴിഞ്ഞല്ലോ, പോസ്റ്റ് ബജറ്റ് ഡിസ്കഷൻ നടത്തിയോ? നടത്തിയെങ്കിൽ പത്രത്തിൽ എഴുതൂ, നടത്തിയെങ്കിൽ ചാനലിൽ പറയൂ, നടത്തിയെങ്കിൽ അതിന്റെ കണക്ക് പുറത്തുവിടൂ. ഒരു കണക്കുമില്ല, ഒരു ചർച്ചയില്ല. വെറുതെ പത്രസമ്മേളനത്തിൽ കൂടി ആരോപിക്കുകയും ആവശ്യപ്പെടുകയും അല്ലാതെ നിയമാനുസൃതമായിട്ട് പെരുമാറാൻ ഇവിടുത്തെ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും അറിയില്ല. അതിന് വെറുതെ BJPയെ കുറ്റപ്പെടുത്തുകയാണ്. അക്ഷരാഭ്യാസമുള്ള കേരളത്തില് ഈ വസ്തുതകളായിട്ട് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ എനിക്ക് അങ്ങേയറ്റം ഉറപ്പുണ്ട്, വലിയ ചേഞ്ച് വരുന്നുണ്ട്. ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിലെ പാലായിൽ നിന്നാണ്. ക്രൈസ്തവ സമൂഹം വൻതോതിൽ BJPക്ക് അനുകൂലമായി മാറുകയാണ്. പല ബിഷപ്പുമാരും സംസാരിക്കുന്ന സമയത്ത് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളൊക്കെ നിങ്ങളുടെ ഒപ്പമാണ്, പക്ഷെ പെട്ടെന്നൊരു സമൂഹം മുഴുവൻ മറിഞ്ഞു തിരിഞ്ഞു വരില്ല. അതുകൊണ്ട് തുടങ്ങിയിരിക്കുന്നു. തീർച്ചയായും ക്രൈസ്തവ സമൂഹം BJPയോടൊപ്പം ഉണ്ട്. കാരണം BJPയോടൊപ്പം നിന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് കേരളത്തിലും ഭാരതത്തിലും ജീവിക്കാൻ കഴിയില്ല. അത്ര ഭീകരമാണ് കേരളത്തിന്റെ ഭാരതത്തിന്റെ അവസ്ഥ. അതുകൊണ്ട് എന്തോ മണിപ്പൂർ പറഞ്ഞാലും ഞങ്ങളുടെ അടുത്ത് ചെലവാകാൻ പോകുന്നില്ല. കാര്യമൊക്കെ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. കേരളത്തിന്റെ ക്രൈസ്തവ മനസ്സ് BJPക്ക് അനുകൂലമായിട്ട് മാറിയിരിക്കുന്നു. മതന്യൂനപക്ഷങ്ങളിൽ വിദ്യാഭ്യാസമുള്ള മുസ്ലിങ്ങൾ, മലബാറില് ഞാൻ മലപ്പുറത്ത് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ പര്യടനത്തിന്റെ ഭാഗമായിട്ട് അവിടെ ചെന്നപ്പോ ഒരു ദിവസം മുഴുവൻ ഞാൻ അവിടെ വീട് കയറി. അപ്പൊ വീട് കയറിയ സമയത്ത് പല വീടുകളിൽ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ മലപ്പുറം ടൗണിൽ കൂടി നടക്കുമ്പോൾ പർദ്ദയുടെ എണ്ണം കുറഞ്ഞിട്ടില്ലേ? ഞാൻ ശ്രദ്ധിച്ചില്ല. എന്നാ തിരിച്ചു പോകുമ്പോൾ ശ്രദ്ധിക്കാൻ പറഞ്ഞു. ശരിയാ, മലപ്പുറം ജില്ലയില് പർദ്ദ ഇടുന്നവർ 50 വയസ്സിന് മുകളിലുള്ളവർ മാത്രമേ ഉള്ളൂ. ചെറുപ്പക്കാർ കുറവ്. എന്താ കാരണം? ചിന്തിക്കുന്നവർ, ചെറുപ്പക്കാരൊക്കെ സ്വതന്ത്രമായി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. തീവ്രവാദത്തിന്റെ പിടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അപ്പോ വോട്ടിലും ഇത് മാറ്റം വരുന്നുണ്ട്. അതായത് കണ്ണൂരിൽ നിന്ന് ഒരു പാർട്ടി ഗ്രാമത്തിൽ എനിക്കൊരു സുഹൃത്തുണ്ട്, മിക്ക ദിവസവും വിളിക്കും. അയാൾ പറയാം, എന്റെ കാര്യം പുറത്തൊന്നും എന്റെ പേരൊന്നും പുറത്ത് പറയരുത് കേട്ടോ, എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ എന്നെ അല്ല പാർട്ടിയെ BJPയെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനിതൊക്കെ പറയാം. എന്റെ വീടിരിക്കുന്ന വാർഡിൽ പാർട്ടി ഗ്രാമമാണ്, എന്റെ വീട്ടിലും ദേശാഭിമാനിയാണ്, ഞാനും പാർട്ടിക്കാരനാകട്ടോ. എന്റെ വീടിരിക്കുന്ന വാർഡിൽ കഴിഞ്ഞ ഇലക്ഷന് കിട്ടിയത് BJPക്ക് 14 വോട്ടാണ്. അതാരാന്ന് ഞങ്ങൾ എല്ലാം കൂടി നോക്കിയിട്ടും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പക്ഷെ ഇത്തവണ കിട്ടിയത് 174 വോട്ടാണ്. 160 വോട്ട് വർദ്ധിച്ചു. ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ആരാ വോട്ട് ചെയ്തതെന്ന്.
പാർട്ടി ഒരന്വേഷണത്തിന് ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇറങ്ങിയാൽ പാർട്ടിയുടെ അഡ്രസ് പോകും. അപ്പോൾ ഉത്തര കേരളത്തിലും ദക്ഷിണ കേരളത്തിലും CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ കോട്ടകളിൽ നിന്നാണ് ഇത്തവണ നമുക്ക് കൂടുതൽ വോട്ട് കിട്ടിയത്. ജനിച്ച ഈഴവൻ അത്രയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്തോണമെന്ന അന്ത്യശാസനം കൊടുത്ത് ഭീഷണിപ്പെടുത്തിയിട്ടും വെള്ളാപ്പള്ളി നടേശൻ എന്താ പറഞ്ഞത്? നിങ്ങളുടെ ഒന്നും വാലും ചൂലുമാകാനല്ല എന്റെ സമുദായം പറഞ്ഞിരിക്കുന്നത് എന്ന് ഇന്നലെ പറഞ്ഞല്ലോ. ചരിത്രത്തിൽ ആദ്യമല്ലേ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ ജനിച്ച ഇന്ന വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ പാർട്ടിക്ക് വോട്ട് ചെയ്തോളണമെന്ന അന്ത്യശാസനം അനുസരിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തിന്റെ ഒരു വിഭാഗം, പിന്നോക്ക വിഭാഗം തയ്യാറായി. വലിയ മാറ്റമാണ് വരുന്നത്. ആദിവാസികളും പട്ടികജാതി പട്ടികവർഗക്കാരും OBC അടക്കമുള്ള പിന്നോക്ക വിഭാഗക്കാരും ഇന്ന് BJP-യിലേക്ക് കേരളത്തിൽ വരുന്നുവെങ്കിൽ വടക്കേ ഇന്ത്യയിലെ അവസ്ഥ എന്താ? വടക്കേ ഇന്ത്യയിലെ BJP-ക്ക് കഴിഞ്ഞ തവണത്തെ അത്രയും വോട്ട് കിട്ടിയില്ല, സീറ്റ് കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോ അതിന് പല കാരണങ്ങൾ ഇവിടുത്തെ ചാനലുകളും പത്രങ്ങളും നിരത്തുമ്പോ യഥാർത്ഥ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടുപിടിക്കാം. നിങ്ങളുടെ മൊബൈൽ ഒന്ന് ഓൺ ചെയ്ത് നോക്കിയാൽ മതി, സ്വയം കണ്ടുപിടിക്കാം. കഴിഞ്ഞ തവണ BJP-ക്കെതിരെ 4 സ്ഥാനാർത്ഥി 5 സ്ഥാനാർത്ഥി നിന്നിടത്ത് ഇത്തവണ ഒരൊറ്റ സ്ഥാനാർത്ഥിയേ ഉള്ളൂ. എന്തുകൊണ്ടാണ് നമ്മുടെ നരേന്ദ്രമോദിജിക്ക് വോട്ട് കുറഞ്ഞത് ചിലർ ചോദിക്കും. അപ്പൊ ചോദിക്കണം, കഴിഞ്ഞ തവണത്തെ വോട്ട് ഇത്തവണത്തെ വോട്ട് നിങ്ങൾ എടുത്തു നോക്കും. കഴിഞ്ഞ തവണ നരേന്ദ്രമോദിക്ക് കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതലാണ് ഇത്തവണ കിട്ടിയത്. പിന്നെ എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് വോട്ട് കൂടിയത്? നേരത്തെ രാധാകൃഷ്ണ സാർ പറഞ്ഞതുപോലെ പ്രതിപക്ഷത്തിന് വോട്ട് കൂടാൻ കാരണം പ്രതിപക്ഷത്ത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 18 സ്ഥാനാർത്ഥികൾ, നരേന്ദ്രമോദിക്കെതിരെ 18 സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നിടത്ത് ഇത്തവണ സ്ഥാനാർത്ഥികളെല്ലാം കൂടെ ഒന്നിച്ചു വന്നു. അത്രേ ഉള്ളൂ. കാരണം സിമ്പിളാണ്. അതിനകത്ത് വേറെ ഒരു കണക്കും നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ തരത്തിൽ പ്രതിപക്ഷ ഐക്യത്തിലേക്ക് വരികയും കേരളത്തിൽ LDF UDF ആയിട്ട് നിൽക്കുന്നവര് കേരളത്തിന്റെ അതിർത്തിക്ക് പുറത്ത് ഒരൊറ്റ മുന്നണി NDA മുന്നണിയായിട്ട് നിൽക്കുകയും ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഇത്തവണ സീറ്റ് കുറഞ്ഞത് എന്ന് നമുക്ക് ഒറ്റയ്ക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആരുടെയും വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല. പക്ഷെ അതിനെയും അതിജീവിക്കാൻ കഴിയുന്ന തരത്തിൽ വർദ്ധിതമായ രീതിയിലുള്ള വോട്ട് പിന്തുണ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഇതില് നമ്മുടെ ഈ ഇലക്ഷൻ, കഴിഞ്ഞ തവണത്തെ ഇലക്ഷൻ കേവലം ഇന്ത്യ മുന്നണിയോട് മാത്രമായിരുന്നില്ല നമ്മൾ ഏറ്റുമുട്ടിയത്. ചൈനയോട്, പാകിസ്ഥാനോട്, ജർമ്മനിയോട്, ബ്രിട്ടനോട്, കാനഡയോട്, അമേരിക്കയോട്, ആസ്ട്രേലിയയോട്, വൻശക്തി രാഷ്ട്രങ്ങളുടെ ഒരു വലിയ നിര ഭാരതത്തിലെ അവരുടെ മുഴുവൻ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവർ നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്താൻ നോക്കി. കാരണം നരേന്ദ്രമോദി ആഗോള നേതാവാണ്. അമേരിക്കൻ പ്രസിഡന്റിനേക്കാൾ, ചൈനീസ് പ്രധാനമന്ത്രിയേക്കാൾ, അല്ലെങ്കിൽ മറ്റേതൊരു ഭരണകൂടത്തെക്കാൾ, ഭരണാധിപനേക്കാൾ കൂടുതൽ ജനപിന്തുണയുള്ള ലോക നേതാവായി നരേന്ദ്രമോദി മാറുമ്പോൾ ഭാരതം ലോകത്തിന്റെ 5ാമത്തെ സാമ്പത്തിക ശക്തിയിൽ നിന്ന് 3ാമത്തെ സാമ്പത്തിക ശക്തിയാകാൻ വേണ്ടി കുതിക്കുമ്പോൾ, ലോകത്തിന്റെ നിർമ്മാണ ഹബ്ബായിട്ട് ഭാരതം മാറുമ്പോൾ, പണ്ടൊക്കെ നമ്മൾ ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരാംഗത്വത്തിന് വേണ്ടി ചോദിക്കുമായിരുന്നു, ഞങ്ങൾക്കും കൂടെ വീറ്റോ പവർ തരാമോ എന്ന് അപേക്ഷിക്കായിരുന്നു. നരേന്ദ്രമോദി എന്തെങ്കിലും അപേക്ഷിച്ച് കേട്ടിട്ടുണ്ടോ? ഞങ്ങൾക്കും കൂടെ വീറ്റോ പവർ വേണം എന്ന് അപേക്ഷിച്ചിട്ടില്ല. എന്താ കാരണം എന്നറിയാമോ? വീറ്റോ പവറുള്ള 5 രാജ്യങ്ങളും കൂടെ ഒന്നിച്ചു നിന്ന് വീറ്റോ ചെയ്താലും ആ തീരുമാനത്തിനെ വീറ്റോ ചെയ്യാനുള്ള പവർ ഭാരതത്തിനുണ്ട്, നരേന്ദ്രമോദിക്കുണ്ട് എന്ന് തെളിയിച്ചു കൊടുത്ത ഭരണാധികാരിയാണ് ഇന്ന് ഭാരതം ഭരിക്കുന്നത്. തുടർച്ചയായി 3ാമത്തെ തവണ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം, ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം തുടർച്ചയായി 3ാം തവണ ജയിക്കുമ്പോൾ നോക്കൂ, മറ്റേതെങ്കിലും ഒരു വൻശക്തി രാഷ്ട്രത്ത് തുടർച്ചയായി 3ാം തവണ ഒരാൾ ജയിച്ചിട്ടുണ്ടോ? ഇല്ല. ഇത് ലോക റെക്കോർഡാ. അപ്പൊ ലോകം മുഴുവൻ ഒരു വശത്തും ഭാരതം മറുവശത്ത് നിന്നുകൊണ്ട് നടന്ന പോരാട്ടത്തിലാണ് നമ്മൾ 3ാം തവണയും അധികാരത്തിലെത്തിയത്. അതുകൊണ്ട് ഇനി നമ്മൾ വേണ്ടത് ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ്. ജനങ്ങളിലേക്ക് ഈ വസ്തുത വീടാന്തരം വ്യക്തികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിൽ നാളിതുവരെ നമ്മൾ നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളെയും അഭിനന്ദിക്കുന്നതോടൊപ്പം ഈ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ നേതാക്കന്മാരായിട്ടുള്ള നമ്മൾ നടത്താൻ പോകുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും മുൻകൂർ അഭിനന്ദനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഉപസംഹരിക്കട്ടെ. നമസ്കാരം. വീണ്ടും നമുക്ക് കാണാം.